ഷമാസുമായിരുന്നു. നമസ്കാരം. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടും ഇത്രയും ഓർത്തഡോക്സ് ആയിട്ട് എങ്ങനെ അത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? എന്റെ കാര്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി ആണെന്ന് ഒരു പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറയലുണ്ട് ഭയങ്കര ജാടയാണ്, അഹങ്കാരം എന്നൊക്കെ പറയും. അത് പ്രൊഫഷണലി പറയുന്ന ഈഗോ ആയിട്ട്. അങ്ങനെ ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയില്ല. ഭാഗ്യചേച്ചിക്ക് അറിയാലോ, എന്നാ കുറച്ചില്ലെങ്കിൽ അറിയാലോ. വല്ലപ്പോഴും നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടുള്ളൂ, വല്ലപ്പോഴും കാണാനുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഇടത്ത് ആദ്യമായിട്ട് പോകുമ്പോ പ്രത്യേകിച്ച് അതിപ്പോ ഇവരുടെ ഫാമിലിയിലാണെങ്കിൽ തന്നെയും എവിടെ ഇറങ്ങി ചെല്ലുമ്പോഴും അവർക്ക് തോന്നി ഭയങ്കര ജാടയാന്ന. പക്ഷെ അവർ തന്നെ പറയും ഞങ്ങളൊക്കെ ഭയങ്കര ജാടയായി, ആള് പാവമാണല്ലോ എന്ന് പറയും. അത് പാവം എന്റെ ഉള്ളിൽ കിടക്കുന്ന, പക്ഷെ എന്നെ കാണുമ്പോൾ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ജാട പറയലുണ്ട്. അപ്പൊ എന്റെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങളെല്ലാവരും ഓർത്തഡോക്സ് ആണ്. എനിക്ക് ഒരു പ്രൊഫഷണൽ, അതെന്റെ ഒരു ജോലിയായിട്ട് മാത്രമാണ് അഭിനയം കാണുന്നതുകൊണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയ സാധാ ഒരു കുട്ടിയാണ്. സാധാ നിസ്കാരമുണ്ട്. അതേപോലെ പർച്ചേസിന് കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുക. ഇപ്പൊ എനിക്ക് ഡ്രൈവിംഗ് കുറച്ചൊക്കെ അറിയുള്ളൂ, വലിയ ഡ്രൈവിംഗ് എന്ന് പറയും. പക്ഷെ ഇതൊക്കെ ആയി എനിക്ക് വലിയ ആളാ എന്ന ചിന്തയൊന്നുമില്ല. പക്ഷെ ഇത് അറിയണം ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം. വാവച്ചി പലപ്പോഴും പറയാനുണ്ട് ഡ്രൈവിംഗ്. ഞാൻ വാവച്ചിന്റെ വണ്ടിയിലും കൊണ്ട് മൂടെ കൊണ്ട് തട്ടി പൊട്ടിച്ചിട്ട് വാവച്ചി ഒരു ദിവസം വണ്ടി കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്പർ പ്ലേറ്റ് കിട്ടി പറഞ്ഞു, അതൊന്നും മാറ്റിയിട്ട് അതിലേക്ക് കാണും മോള്. ഞാൻ സൈറ്റിൽ പോയിട്ട് വിടുമ്പോൾ ആള് പോയി. തിരിച്ചു വന്നപ്പോ ഞാനുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഫാദർ ഉപ്പ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ വണ്ടി ദിവസം നേരെ ബാക്കിൽ കൊണ്ട് തട്ടിയിട്ട് ഞാൻ കുറെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ റൂമിനകത്ത് കയറി പോയിച്ച് വന്നപ്പോ ലേറ്റ് ആയിരുന്നില്ല. ബാക്കിൽ എന്താ സംഭവമൊന്നുമില്ല, റിവേഴ്സ് എടുത്ത് മുതലേക്ക്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എല്ലാം ഈ കുട്ടിക്കളിയാ എന്ന് വെച്ചാൽ മനപ്പൂർവ്വം ചെയ്യുന്നവരായി പോകുന്നതാ. പലപ്പോഴും ചോദിക്കലുണ്ട്, ഒന്ന് ലിപ്സ്റ്റിക്കെങ്കിലും ഇട്ടുകൂടെ, ഒന്ന് കണ്ണെഴുതിക്കൂടെ, അല്ലെങ്കിൽ പൗഡർ ഇട്ടുകൂടെ എന്ന്. ഞാൻ എപ്പോഴും അങ്ങനെ ആയത് കാരണം എനിക്ക് എന്റെ വീട്ടിലും പ്രൊഫഷണൽ സ്ഥലത്തും രണ്ട് പേഴ്സണാലിറ്റി അത് പക്ക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഞാൻ വേഗം ഇറങ്ങും. റെഡിയാണ്. ഇപ്പൊ അമ്മായിമ്മക്ക് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്മ ഞാൻ റെഡിയാ, ഫൈൻ ഞാൻ റെഡിയാണ്. നേരെ മറിച്ച് കല്യാണത്തിന് മുമ്പാണെന്ന് പറയുമ്പോ എന്റെ ഫാമിലിയിലൊക്കെ പോകുമ്പോഴേ ഇതുപോലെ തന്നെ മമ്മി ഓടി പർദ്ദായിട്ടിട്ട് വേഗം ഞാൻ ഇറങ്ങിപ്പോകും. പക്ഷെ ഷൂട്ട് സമയത്തോ അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷൻ അങ്ങനെയൊക്കെ വരും മാത്രം ഇത്ര ടൈം. അപ്പൊ അത് കാരണം ആദ്യമേ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് ഇനാഗുറേഷന് പോണെങ്കിലും ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ ചെയ്തു വെക്കും. എന്റെ കാര്യം തലേ ദിവസം ചെയ്തു വെക്കും. രാവിലെ ആളെ എണീറ്റിട്ട് ഞാൻ എന്റേതായ കാര്യങ്ങൾ ആദ്യം ചെയ്തതിനു ശേഷം ഞാൻ റെഡിയായി വന്നിട്ട് വാവച്ചി റെഡി ചെയ്ത് വരും, വാവച്ചി കഴിഞ്ഞിട്ട് വാവച്ചി റെഡിയാവും. അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് കറക്റ്റ് ടൈമിംഗ് ഷൂട്ടിങ്ങിന് പോയി ശീലിച്ച കാരണം അത് ആദ്യം അങ്ങ് ചെയ്തു വെക്കും തലേ ദിവസം തന്നെ. ഹസ്ബൻഡിന്റെ കാര്യം അതിനുശേഷം റെഡിയാക്കി വെക്കും. പിന്നെ എന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ആളെ പോയി വിളിക്കും, ആൾക്കുള്ള ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ചായ കൊടുക്കുക, എന്താന്നുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പൊ ശരിക്കും താമസിക്കുന്ന എവിടെ? എന്റെ വീട് ആലപ്പുഴയാണ്. കല്യാണം കഴിച്ച് കൊണ്ടുപോയത് വയനാട്ടില് മുട്ടി ഹസ്ബൻഡ് വീട്ടിലാണ്. അവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്. തലശ്ശേരിയിൽ പക്ഷേ ഭാര്യ ഇങ്ങനെയാണ് തലശ്ശേരി സിസ്റ്റം. ഭാര്യ പക്ഷെ ഇവര് അമ്മ തലശ്ശേരിയാണെങ്കിലും ഇപ്പൊ കണ്ണൂരല്ലേ, മാത്രം ഇവര് വയനാട്ടിൽ അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഇപ്പൊ അല്ലേ തലശ്ശേരി ആണെങ്കിൽ ഒക്കെ ഉണ്ട്. നമുക്കില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് വീട്ടിൽ താമസിക്കണമെന്നാ. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1-2 ദിവസം അത്രേ ഉള്ളൂ. 3-ാം ദിവസം കാണാൻ ആൾക്കാർ ചോദിക്കും, എന്തായിരുന്നു സജിത വന്നല്ലോ, എന്താ സ്വാഭാവികമായിട്ടുള്ള ഒരിതാണ്. ജസ്റ്റ് വന്നു. പിന്നെ ഞാനിങ്ങനെ വന്നു പോകുന്ന കാരണം വരും പോകും, നിക്കത്തില്ല. എങ്ങനെയാ നിങ്ങളുടെ ഈ കല്യാണ ചടങ്ങുകളൊക്കെ? എനിക്കത് കേൾക്കണം എന്നില്ല, കണ്ടിട്ടില്ല ശരിക്കും. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒരു ചടങ്ങ് ഉണ്ടാവില്ല, ഒരു ഫാമിലി മാത്രം ഉൾപ്പെടുന്ന അല്ലേ? കല്യാണം ഒരാഴ്ച മുമ്പ്, വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങളിങ്ങനെ മഞ്ചാന്ന് പറയും, മഞ്ച ഇരുത്ത ആദ്യം റൂമിനകത്ത് ഇങ്ങനെ ചടങ്ങ്. അതിനുശേഷം പിന്നെ കല്യാണത്തിന് അന്ന് ഹസ്ബൻഡിനെ പിന്നെ കാണാൻ പാടുള്ളൂ. ആണോ? അപ്പൊ ഒരാഴ്ച റൂമിനകത്ത് ലോക്ക് ചെയ്യും. കഷ്ടപ്പെട്ടു പെൺകുട്ടിയെ ഞാനും പോയിച്ച ഒരാഴ്ച പുറത്തിറങ്ങാൻ പാടില്ല. അപ്പൊ എന്റെ ഉപ്പ വിളിച്ചു ചോദിച്ചിരുന്നു ഫോണിൽ കൂടെ, ഒരാഴ്ച ഇരിക്കുവോ മോള്? വാവച്ചിന്റെ മോള് വാവച്ചിട്ട് ചോദിക്കുക, വാവച്ചി ഫോണിൽ കൂടെ പറയാ ഇരിക്കുമായിരിക്കുമല്ലോ. കാരണം ഉപ്പയ്ക്കറിയാം ഞാൻ വിളിക്കുന്നത് കല്യാണത്തിന് മുമ്പ് ഫോൺ ചെയ്യുമ്പോഴും ഭയങ്കര സംസാരവും ചിരിയും ബഹളമാണ്. അപ്പൊ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്നറിയാം. പക്ഷെ ഒരു രക്ഷയില്ല, ഇരുന്നേ പറ്റും. എന്ത് ചെയ്തപ്പോ ഈ ഒരാഴ്ച മുറിക്കാതിരുന്ന് മഞ്ഞളൊക്കെ പെരട്ടി അവര് ഫുഡ് കൊണ്ടുതരും, അത് കഴിക്കുക, അതിനകത്ത് അടങ്ങിയിരിക്കുക. ഈ മഞ്ച എന്ന് പറഞ്ഞ ഒരാഴ്ചത്തെ മൺഡേ ടു തേഴ്സ്ഡേ ഫിനിഷ് ഹാളില് അല്ല, വീട്ടിനകത്ത് ഒരു റൂമിനകത്ത്. അത് റൂമിൽ കഴിഞ്ഞു. ഫ്രൈഡേ മെഹന്തിക്ക് പുറത്തിറക്കൂല, മേക്കപ്പ് ഒന്നും ചെയ്യിക്കൂല. അങ്ങനെ ആ മഞ്ഞളിൽ തന്നെ കുളിപ്പിച്ചിട്ട് അങ്ങനെ ഇരുത്തിട്ട് ഒന്നും ചെയ്യില്ല. ഫുൾ ഷോൾ ഇട്ട് മറച്ചിട്ട് മെഹന്തി ഇടും. അത് കഴിഞ്ഞിട്ടാണ് സാറ്റർഡേ ആണ് ഹൽദിന്റെ ഫംഗ്ഷൻ ഈവനിങ്. പിന്നെ ഹൽദി കഴിഞ്ഞിട്ട് രാത്രി ശുക്രാന എന്നൊരു ചടങ്ങുണ്ട്. എന്ന് വെച്ചാൽ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരുന്നത്.
അത് ചിലപ്പോൾ രാവിലെ ആകാം, ചിലപ്പോൾ രാത്രി. ഇപ്പൊ ഇവര് വയനാട്ടുകാരായത് കാരണം സാറ്റർഡേ നൈറ്റിൽ വന്നു, ഒരു 9:30-10 മണിക്ക് വന്ന് 11-11:30 ആയപ്പോൾ ഇവരെല്ലാ ആൾക്കാരും വന്നു, ഇങ്ങനെ സ്റ്റേജിൽ വന്നു. അപ്പൊ അവര് വരുമ്പോ കൊല, പഞ്ചസാര, സ്വീറ്റ്സ്, ഒരു പെട്ടി നിറയെ ഡ്രസ്സ്, പിന്നെ എന്റെ എന്താ പറയാ പെൺകുട്ടിക്കുള്ള ഡ്രസ്സ്, ഡ്രസ്സ്. ഇവര് വന്നപ്പോ കുറെ ഡ്രസ്സ്, ചെരുപ്പ് എല്ലാം നിറയെ കൊണ്ട് വലിയ പെട്ടി നിറയെ. ഇവര് ബ്രദറെല്ലാം കൊലയെല്ലാം തൂക്കിയിട്ട് രസം. ആഘോഷം പോലെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് നല്ല ഫ്രണ്ട്ലി ആയി അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇവർ ശരിക്കും പറഞ്ഞാൽ മലബാർ അവിടുത്തെ സിസ്റ്റമാണ് മൊത്തം. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ ഈ ചടങ്ങും കല്യാണങ്ങളും ഇല്ല. ഇല്ലാത്തപ്പോ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു. സാധാരണ നമ്മൾ രണ്ട് പ്രപ്പോസൽ വന്ന് കല്യാണം കഴിച്ചു എന്നുള്ളത് തന്നെ. പക്ഷെ ഞങ്ങൾ പഠാൻസ് ആണ്, ഇവർ മലബാരീസ് ആണ്. പക്ഷെ വീട്ടിലെല്ലാവരും ഹിന്ദി സംസാരിക്കും, ഉറുദു സംസാരിക്കുന്നു. അങ്ങനെ വന്നപ്പോ രണ്ടും കൂടെ ഒന്നിണങ്ങാൻ വലിയ പാടാ, കുറെ കഴിയണം. പക്ഷെ ഇത് അവിടെ അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് ഭയങ്കര ക്രേസാ. അതുകൊണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞു, അതുകൊണ്ടാണല്ലോ ഈ പഠാൻസ് ആണെങ്കിലും ഉറുദു മുസ്ലിം ആണെങ്കിലും സജീദനെ പ്രപ്പോസ് ചെയ്തതും കല്യാണം കഴിച്ചു. അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം കൊണ്ടാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു മോന്റെ കല്യാണം തലശ്ശേരി സിസ്റ്റർ ആയിരുന്നു, നവാസ് ബൈഡ. ഷമാസിന്റെ കല്യാണം നമുക്ക് നമ്മുടെ പട്ടാണി സ്റ്റൈലിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെ കൊണ്ടുവന്ന്, പിന്നെ നിക്കാഹ് എല്ലാം ഒരുപോലെ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിക്കാഹ് വന്ന് പിന്നെ എന്താ കൈ പിടിച്ച് കൊടുത്തു, എന്തൊക്കെയാക്കിയത് എന്തൊക്കെ ഒപ്പിടിച്ച് ഇവരെ കൊണ്ട്. എന്നിട്ട് പിന്നെ അപ്പോഴിങ്ങനെ ഇരിക്കണമെന്ന് എന്നിട്ട് താലി കെട്ടിയോ ഞാൻ കരഞ്ഞുപോയി. കരയാൻ വേറൊന്നുമല്ല, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. കാരണം കല്യാണം സജിത ബേട്ടി വിവാഹം നമ്മളെല്ലാവരും ചോദിക്കും കല്യാണം എപ്പോഴാ എന്ന് ചോദിക്കുമ്പോ നോക്കുന്നുണ്ട്, ആവുന്നുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് കഴിഞ്ഞു. എല്ലാവരും ചോദിക്കില്ലേ എപ്പോഴാ കല്യാണം, അഭിനയം മാത്രം മതിയോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പം അഭിനയിക്കുന്ന മാത്രമല്ല, നമുക്ക് ലൈഫ് ഉണ്ട് എന്ന് വെച്ച് ഞാൻ സന്തോഷം കൊണ്ട് എന്റെ കണ്ണിങ്ങനെ നാറിന്. പിന്നെ ഭയങ്കര ചിരിയായി, എനിക്ക് ചിരി വന്ന് ചമ്മലും ചിരിയായിപ്പോയി. അപ്പൊ എല്ലാവരും ഞാൻ ഒന്നുമില്ല, ചിരിച്ചിട്ട് ഉമ്മാണ് താലി ഇങ്ങനെ ഹസ്ബൻഡ് വെച്ച് തന്നു കെട്ടി. പിന്നെ അതിനുശേഷം കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ നോക്കും, രണ്ടാളെയും കൂടെ അപ്പുറം ഇപ്പെടുത്തിട്ട് പാല് കൊടുക്കും. കണ്ണാടിയിൽ നോക്കണം, കണ്ണാടി നോക്കിയിട്ട് ചോദിക്കും, വാവാച്ചി എന്റെ കണ്ണാടി കൂടെ നോക്കണം, മുഖം കാണുന്നുണ്ടെന്ന് വെക്കും. മുഖം കാണും, അപ്പോഴാണ് ശരിക്കും മുഖം പെണ്ണിന്റെ കാണുന്നത്. അതുവരെ ആള് കാണുന്നെങ്കിലും ഞാൻ തമ്മിൽ ഒരു നോട്ടം ഉണ്ടല്ലോ, കണ്ണും അല്ലെ, അങ്ങനെ ഒരു നോട്ടം ആ കണ്ണാടി കൂടെ. പിന്നെ അത് കഴിഞ്ഞ് ഒരു മിഠായി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് പറഞ്ഞ് കടിച്ചെടുക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് അടിക്കണം. അപ്പൊ ചോദിക്കും എന്റെ ഹസ്ബൻഡ് ഭാഗ്യം മിഠായിക്കാണ് മധുരം എന്ന് പറഞ്ഞു, ചിലവര് ഒരു പെൺകുട്ടിക്കാന്ന് പറയും. ഇങ്ങനെ കളിയാക്കും, എല്ലാവരും ഇങ്ങനെ ഇട്ട് കളിയാക്കും. അതെല്ലാം കഴിഞ്ഞു എവിടെ പോയി ഹണിമൂൺ? അല്ലാ, പോയില്ല, എവിടെയും പോയില്ല. നിന്ന് തിരിയാൻ നേരമില്ലല്ലേ, വിരുന്ന് മാത്രം. കാരണം കുറച്ച് ഉപ്പാന്റെ ആകുമ്പോ കുറച്ച് ഉമ്മാന്റെ നാട്ടില്, പിന്നെ എന്റെ നാട്ടിൽ പറഞ്ഞാൽ എന്റെ പപ്പാന്റെ ഫാമിലി, എന്റെ മമ്മിന്റെ ഫാമിലി, പിന്നെ ഇവരെ ഫ്രണ്ട്സ്, പിന്നെ ഷൂട്ടിങ്, പിന്നെ കുറെ ഇനാഗുറേഷൻ ഉണ്ട് ഞങ്ങൾക്ക് 3-4 ആൾക്ക്. ഇത്രയും ഓർത്തഡോക്സ് ആയ ഒരു ഫാമിലിയിൽ തന്നെയാണെന്ന് പറഞ്ഞു അല്ലെ, വീട്ടിലങ്ങനെയാണെന്ന്. എങ്ങനെയാ ഇൻഡസ്ട്രിയിൽ വരാൻ അങ്ങനെ തോന്നിയത്? എങ്ങനെയാ? ഞങ്ങളുടേതാ ഇത്. പപ്പന്റെ ബ്രദറും, ശരിക്കും പറഞ്ഞാൽ പപ്പയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഉണ്ട്, ഡോക്ടറാണ്, മുഹമ്മദ് ബേക്ക് എന്ന പേര്, അവർ എറണാകുളത്താണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്റെ ബ്രദറിനെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാഗസീൻ എല്ലാം കണ്ട് റിപ്പോർട്ടെല്ലാം കൊടുത്തിരുന്നു കുഞ്ഞിലെ ബാലതാരമായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ ട്രൈ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ചിത്രവർണ്ണാംബരം തഹസീൽദാർ താമരാക്ഷൻ എന്ന് പറഞ്ഞ പപ്പയും പപ്പയുടെ വേറൊരു ബ്രദർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഷാനവാസ് എന്നാണ്, അദ്ദേഹം ബാങ്കിലാണ്. പുള്ളിക്കാരനും പപ്പയും കൂടെ ചേർന്നിട്ട് ഒരു ടെലിഫിലിം എടുത്തു. അപ്പം അതിലിപ്പോ നമ്മുടെ അജ്മൽ അഷ്കർ എന്ന് പറയുമ്പോൾ ഒത്തിരി പടങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് പണ്ട് കുഞ്ഞിലെ ആ ഒരു ടെലി സിനിമ അത് അഭിനയിച്ചു ഞാൻ, തസ്നീഖാന്റെ മകളായിട്ട്. അങ്ങനെ അത് അഭിനയിച്ചതിന് ശേഷം പിന്നെ എനിക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സാജൻ സാറിന്റെ പടം, അങ്ങനെ കുറെ മെഗാ മാഗസീനിലൊക്കെ. അങ്ങനെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചതും കഷ്ടപ്പെട്ടതും മൊത്തം പപ്പയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ്, ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞില്ലേ, മുഹമ്മദ് ബേക്ക്. അദ്ദേഹം ഉപ്പാണ് ഫുള്ളെല്ലാം ട്രൈ ചെയ്ത്. അങ്ങനെ ഇല്ല, ഒന്നും പറഞ്ഞില്ല. അന്ന് ഒന്നും ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം ചെയ്യുന്ന പറഞ്ഞില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു ലെവലിൽ എത്തിത്തീരും എന്നുള്ള കാര്യം. അല്പം പോലും ഇല്ല, ആരും ചെയ്യത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ പപ്പയും അമ്മന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ബാലതാരമായിട്ട് അങ്ങനെ കുറെ പടം ചെയ്തു, പിന്നെ അങ്ങ് സീരിയലിൽ വന്നു, പിന്നെ ഇവിടം വരെ എത്തി. സിനിമയിലേക്ക് അധികം അങ്ങോട്ട് ട്രൈ ചെയ്യാത്തത് എന്താണ്? വേണ്ട, ഇത് മതി, ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. കംഫർട്ട് നോക്കുകയാണെങ്കിൽ സീരിയൽ തന്നെയാണ്. കാരണം കുടുംബ പശ്ചാത്തലവും ഷൂട്ടിംഗ് എല്ലാം വീട്ടിലാണ്. മാത്രമല്ല ഒരു അത്യാവശ്യം വന്നാൽ ഓടാം. സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി 15-20 ദിവസം നമ്മൾ ഒരിടത്ത് സ്റ്റക്ക് ആവും അല്ലേ? മാത്രമല്ല കുറച്ച് സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബാലതാരം കഴിഞ്ഞ് കുറച്ചൊക്കെ മെയിൻ. പിന്നെ ഞാന് ഹീറോയിനായിട്ട് അങ്ങനെ പടങ്ങളൊന്നും മലയാളത്തിൽ ചെയ്തിട്ടില്ല.
ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവസരങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം. തമിഴും തെലുങ്കും ചെയ്തു. പക്ഷെ എനിക്ക് ദേഷ്യമായി, ഇപ്പൊ തമിഴും തെലുങ്കും എന്തിനാ ഞാൻ ചെയ്യണം? മലയാളത്തിൽ എനിക്കില്ലാത്ത സ്ഥാനം ഞാനെന്തിനാ അവിടെ പോയി നേടണം? പറ്റാണ്ടല്ലോ, അവസരങ്ങൾ തരാനായിട്ടായിരിക്കും, ചിലപ്പോൾ എന്റെ സാഹചര്യമായിരിക്കും, സമയമായിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ തമിഴും തെലുങ്കും വേണ്ടെന്ന് വെച്ചു. ഇവരുടെ ഒരു പ്രപ്പോസൽ വന്നപ്പോ അഭിനയിക്കുന്നതിനെ കുറിച്ച് ഇനി തുടരണോ വേണ്ട എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു? കല്യാണത്തിന് ശേഷം അഭിനയിക്കില്ല, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ മമ്മി കൂടെ വരണേ, അല്ലെങ്കിൽ അഭിനയിപ്പിക്കണേ പപ്പ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കല്യാണം വരെ ഉള്ളൂ, അതിനുശേഷം അവരുടെ ഇഷ്ടമാണ്. അവര് നോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനിഷ്. അപ്പൊ ഞാൻ എന്താക്കി, അമ്മക്കെല്ലാം ചെയ്തപ്പോ തന്നെ ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും എന്റെ ഹസ്ബൻഡ് ഒരിക്കലും കല്യാണം കഴിഞ്ഞ് അഭിനയിക്കണതോ അതിനെക്കുറിച്ചും അല്ലെങ്കിൽ എവിടെയാണ് ഷൂട്ട് ഒരു കാര്യം ചോദിക്കലില്ല. എന്റെ ഹസ്ബൻഡ് വിശേഷം അന്വേഷിക്കും, സുഖമാണ്, എല്ലാവരും വീണ്ടും സലാം പറയും, വെക്കും. ഇതാണ് എന്റെ ഹസ്ബൻഡ് എനിക്ക് ബിഫോർ മാരേജ് ഉണ്ടായിരുന്ന ആള്. അപ്പൊ ഞാനത് ഓൾറെഡി സ്വന്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തു. അവരൊന്നും പറയുന്നില്ല, നമ്മളങ്ങോട്ട് പറയാൻ അർഹതപ്പെട്ടവരല്ല. ഈ പ്രൊഫഷൻ ആകണ്ട, മറ്റിപ്പം പഠിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതൊരു പ്രൊഫഷനിൽ പറയാം എങ്ങനെയാണ് ഇനി ജോലി കണ്ടിന്യൂ ചെയ്യണം. ഇതാകുമ്പോൾ എനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് ചോദിക്കാനും പറയാനും. അപ്പൊ ഞാൻ എന്താക്കി, എന്റെ പേരൻസ് തീരുമാനിച്ചു കല്യാണത്തിന് മുമ്പ് അമ്മക്ക് വൈൻഡപ്പ് ചെയ്യാൻ, ഫിനിഷ് കഴിഞ്ഞു. വൈൻഡപ്പ് ചെയ്യാൻ പോയപ്പോഴാണ് പറഞ്ഞത് വേണ്ട നിർത്തടപ്പ്. എന്നോട് ഇനിയിപ്പോ അടുത്ത ഷൂട്ട് എപ്പോഴാന്ന് ചോദിച്ചു ലാസ്റ്റ്. ഞാൻ പറയും എന്തായാലും കല്യാണത്തിന് 1 മാസം മുമ്പ് കൊണ്ട് തീരുകയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണ്ട പറയണ്ട, അവരോട് വൈൻഡപ്പ് ചെയ്യേണ്ട, നല്ല പ്രോജക്റ്റ് അല്ലേ, മോളുടെ പ്രൊഫഷൻ അല്ലേ, അത് കണ്ടിന്യൂ ചെയ്തോ. എപ്പോ വേണ്ടാന്ന് തോന്നുന്നു അപ്പൊ സ്വയം വേണ്ട. കാരണം എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. സ്വന്തമായിട്ട് എന്തെങ്കിലും തോന്നുന്നു വേണ്ടാന്ന് വരാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എന്നുവെച്ചാൽ ഫുൾ ടൈം അഭിനയിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞിട്ടല്ലേ വെച്ച് അഭിനയം ചിന്ത ഒന്നുമില്ല. ചിലപ്പോൾ ഫോണൊന്നും കൊടുക്കില്ല, അവിടെ മാറ്റിയിട്ടേക്കും. അത് കാരണം ഇവർക്കും ഒരു എല്ലാ കാര്യം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം കണ്ടിന്യൂ ചെയ്യാൻ എനിക്കൊരു മടിയില്ല. ചിലപ്പോൾ നാളെ മടി വന്നെന്നു പറയാൻ പറ്റത്തില്ല. അതാണ് എന്റെ വീട്ടുകാർക്ക് ആദ്യമേ പറഞ്ഞു, ആഫ്റ്റർ മാരേജ് കൂടെ ആരും വരുത്തൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് സ്വപ്നങ്ങളൊന്നും വേണ്ട, അതല്ല ഇവിടെ സ്റ്റോപ്പാണ്, എല്ലാം ഫിനിഷ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പപ്പ ആദ്യമേ പറഞ്ഞിരുന്നു. അത് ശീലിച്ചു വന്നതും മാത്രവുമല്ല, സെലിബ്രേറ്റ് എന്ന ലെവലിൽ ഞാൻ ജീവിക്കാത്തത് കൊണ്ടായിരിക്കാം അഭിനയം നിർത്തുമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പോയി എന്നൊരു ചിന്തയൊന്നും ഇല്ല. എനിക്കിപ്പോ വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാൽ മതി, ഇങ്ങോട്ട് വരണ്ട. സത്യത. ഒരു പക്ഷെ ഞങ്ങളിങ്ങനെ വന്നപ്പോ അല്ലേ ഷൂട്ടിംഗ് ഡേറ്റുമായിട്ട് ഉപ്പ പറഞ്ഞ് പോണം, ഇപ്പത്തെ 2 ദിവസം കഴിഞ്ഞ് പോയ, നാളെ അല്ലല്ലോ ഷൂട്ടിംഗ്, നാളെ പോയപ്പോ. കാരണം വീട്ടിൽ ആരും ഇല്ല, ഞാൻ മാത്രം. ബ്രദറും വൈഫും മസ്കറ്റിലാണ്, ഒരനിയന് എറണാകുളത്താണ്, സിസ്റ്റർ ആണെങ്കിൽ കോഴിക്കോട് പഠിക്കുന്നു. ഉമ്മ ഉപ്പായി ഞങ്ങളും മാത്രം, ഞങ്ങൾ ഈ ട്രാവലിംഗ്.